അപ്പോൾ ഗൈസ് ഓഗസ്റ്റ് 15 തീയതി മുതൽ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, നമുക്കതൊന്ന് കണ്ടു നോക്കാം. ബിഗ് ബോസിലേക്കുള്ള വാതിൽ തുറക്കാൻ ധൈര്യമുള്ള ആരൊക്കെയുണ്ട്? 40 സാധാരണക്കാർ 21 ദിവസം. 40 സാധാരണക്കാരും 21 ദിവസം. സാധാരണക്കാരാണ്. എനിക്ക് ഈ സാധാരണക്കാരെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ ഈ ട്രെയിലർ കണ്ടപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാവുന്നതെന്ന് വെച്ചാൽ ഈ സാധാരണക്കാരെന്ന് ഉദ്ദേശിക്കുന്നത് എന്തോന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. എനിക്കിപ്പോഴും പറയാനുള്ളത് ഇവരും മിക്കതും ഈ പറയുന്ന കുറച്ച് ഫേമായിട്ടിരിക്കുന്ന ആൾക്കാരെയും ഈ ഇൻഫ്ലുവൻസേഴ്സ്, യൂട്യൂബേഴ്സ്, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയിൽ അങ്ങനത്തുള്ള ആൾക്കാരെ മാത്രമേ ഇവർ ഇതിനകത്ത് സെലക്ട് ചെയ്യത്തുള്ളൂ. അങ്ങനത്തുള്ള ഒരു ഇത് മാത്രമേ ഇവർ സെലക്ട് ചെയ്യത്തുള്ളൂ. അല്ലാതെ സാധാരണക്കാരെന്ന് പറഞ്ഞിട്ട് എന്തോ സാധാരണക്കാരാവാനായിട്ട് എന്തുവാ? പിന്നെ ബാക്കി എല്ലാവരും സൂപ്പർമാനും ബാറ്റ്മാനൊക്കെ അല്ലേ. അപ്പോൾ ഇവരെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും ഇവരൊന്നും ഈ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും യൂട്യൂബേഴ്സ് ആണെങ്കിലും ഈ ആക്ടേഴ്സ് ആണെങ്കിലും ഇവരൊന്നും സാധാരണക്കാരൊന്നുമല്ല. ഇവർക്ക് അത്യാവശ്യം നല്ല ഫെയിമും അവർക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഈ സാധാരണക്കാരെന്ന് എടുത്ത് പറയേണ്ട കാര്യമില്ല. അതിൻ്റെ ഒരു ആവശ്യം തോന്നുന്നില്ല. എന്തായാലും വരട്ടെ, നമുക്ക് നോക്കാം. 40 പേരാണ്. 40 പേരും 21 ദിവസവും ഇങ്ങനെ പോകും. നമുക്കത് നോക്കാം. ബാക്കി പറ. ബിഗ് ബോസിൽ എത്തുന്ന സാധാരണക്കാരെ കാത്തിരിക്കുന്ന ആദ്യ കടമ്പയാണ് അഗ്നിപരീക്ഷ എന്ന ഷോ. ഈ യുദ്ധം ജയിക്കുന്ന ഒന്നോ അതിലധികമോ സാധാരണക്കാരായിരിക്കും ഇത്തവണ ബിഗ് ബോസിലേക്ക് എത്തുക. ഞാനൊരു കാര്യം പറയും, ഈ സാധാരണക്കാരെന്ന് എന്തിനാ ഇവരിങ്ങനെ എടുത്ത് പറയുന്നത്? സാധാരണക്കാര് എന്തൊരു സാധാരണക്കാര്? നോക്കിക്കോളാം. നിങ്ങൾ ആരും വിചാരിക്കുന്ന കണക്ക് ഇതിനകത്ത് ആരും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരൊന്നും ഇല്ല. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ്, യൂട്യൂബേഴ്സ് അങ്ങനത്തുള്ള ആൾക്കാർ തന്നെ ഇതിനകത്ത് വരത്തുള്ളൂ. സാധാരണക്കാരൊന്നും ഇല്ല. നമ്മൾ ചുമ്മാ വായുമ്പോഴൊന്ന് നോക്കിയിരിക്കും. പിന്നെ ഇതിനകത്തൊന്ന് വേറൊരു കാര്യമുണ്ട്. ഈ ബിഗ് ബോസ് എന്ന് വെച്ചാൽ ഇതിനകത്ത് വേറെ ഭയങ്കര ഒരു ഈ പല ആൾക്കാരെയും എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ അത്രയ്ക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഇവരിത് സെലക്ട് ചെയ്തിട്ട് ഈ ബിഗ് ബോസിനകത്ത് കൊണ്ടെടുത്തുള്ളൂ. കാരണം ഈ റിയൽ ലൈഫ് വേറെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പരിപാടിയൊക്കെയാണ്. അതാണ് ഈ സാധാരണക്കാരെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്നത്. പക്ഷെ സാധാരണക്കാരൊന്നും ആയിരിക്കത്തില്ല. മിക്കതും നമുക്ക് കഴിഞ്ഞ വർഷം മാത്രം കണ്ടുള്ളൂ 1-2 പേരെ അറിയാം. അത്രയ്ക്ക് ഫെമിലിയറും അല്ല, അത്രയ്ക്ക് അറിയാൻ വയ്യാത്ത രീതിയിൽ ആയിട്ടൊക്കെ വന്നത്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് ഏകദേശം അറിയാം ആരൊക്കെയാ എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഈ സാധാരണക്കാരെന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല. അത് ഒരുമാതിരി അരോചകത്വം പോലെ തോന്നുന്നുണ്ട്. തീക്കളിയാണ്, അത്ര എളുപ്പമല്ല. ബിഗ് ബോസ് പോലെ തന്നെ ടഫാണ് അഗ്നിപരീക്ഷയും. ഞങ്ങളും നിങ്ങളും കൂടി ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും മികച്ച മത്സരാർത്ഥികളെ ആയിരിക്കും. യെസ്, ദി ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ്. ഇനി ഈ ഷോ കാണാതെ ബിഗ് ബോസ് കാണുന്നവരോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനോ, ഇൻട്രോ കാണാതെ ക്ലൈമാക്സ് കണ്ടിട്ട് കാര്യമുണ്ടോ? ടഫായിരിക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ ടഫാക്കും. ടഫായിരിക്കും ഇല്ലെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്തായാലും ഓഗസ്റ്റ് 15 തീയതി പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 15 തീയതി മുതൽ നമുക്ക് എന്താ പരിപാടി എന്നൊക്കെ നോക്കാം. ആരൊക്കെ വരുന്നുണ്ട്, ആരൊക്കെ എന്തൊക്കെ പരിപാടി ചെയ്യുന്നുണ്ടെന്നും, പിന്നെ വേറെ കുറേ കഥകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇതിനകത്ത് തൊപ്പിയുണ്ടെന്ന്, പിന്നെ അതേണക്കുള്ള മിക്ക യൂട്യൂബേഴ്സും മിക്ക ഇൻസ്റ്റഗ്രാമിലും ഇതേണക്കാരനെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും കുറേ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. കുറേ ആൾക്കാരെ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അവർ മിക്കവരും എടുത്ത് കാണിക്കുന്നത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇവരിങ്ങനെ എടുത്ത് കാണിക്കുന്നത്. അല്ല, നമ്മൾ നോക്കുമ്പോൾ എല്ലാ മുഖങ്ങളും അറിയാൻ പറ്റുന്ന രീതിയിലുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഈ ബിഗ് ബോസിനും വേണ്ടത്. മനസ്സിലായോ? അത് തന്നെയാണ് ഈ ബിഗ് ബോസിനും വേണ്ടത്. ചില രീതി എന്ന് വെച്ചാൽ ഈ ബിഗ് ബോസിൻ്റെ ഒക്കെ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരും, പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും, പിന്നെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരും, പിന്നെ കുറ്റം പറഞ്ഞിരിക്കുന്ന ആൾക്കാരെയൊക്കെ ഇതിനകത്തോട്ട് ഒന്നാമത്തെ വിഷയം ഇതിനകത്ത് കയറണം. എൻട്രി ചെയ്യാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. അതിനകത്ത് ഈ ആപ്ലിക്കേഷൻ കുറേ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊടുത്ത് കയറും. അപ്പോൾ ഇവരിതെല്ലാം ഇങ്ങനത്തുള്ള ആൾക്കാരെല്ലാം നോക്കി വെച്ചിട്ട് ലാസ്റ്റ് ഇവരെയൊക്കെ സെലക്ട് ചെയ്ത് അതിനകത്തോട്ട് ഇടും. ലാസ്റ്റ് അതിനകത്ത് സെലക്ട് ചെയ്തിട്ടതിന് ശേഷം ഇതൊക്കെ ആയിരിക്കും സംഭവം. കൊടുക്കാൻ പറ്റുന്ന പണിയെല്ലാം ബിഗ് ബോസ് നല്ല രീതിയിൽ കൊടുക്കും. നമുക്ക് എന്തൊക്കെയാണെന്ന് 15 തീയതി തൊട്ട് നമുക്ക് കണ്ടറിയാം. അപ്പം അതിന് മുമ്പ് അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞിട്ട് പരിപാടിയുണ്ട്. അപ്പോൾ അഗ്നിപരീക്ഷ എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡായിരിക്കും എന്നാണ് ഈ ഒരു 3 പേരും നമ്മളെ അഖിൽമാരാരുൾപ്പെടെ. അഖിൽമാരാൻ്റെ കാര്യം പറയാം. അഖിൽമാർ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്ക്രിപ്റ്റഡ് ആണ്, അതാണോ ഇതാണെന്നൊക്കെ പറഞ്ഞ് നടന്നത്. എന്തായാലും നോക്കാം നമുക്ക്. രഞ്ജിനി ഹരിദാസ്,
ഓക്കെ, ഇവരൊക്കെയാണെന്ന് തോന്നുന്നു ജഡ്ജസ്. അപ്പോൾ ഇവരൊക്കെയാണ് ജഡ്ജസ്, മനസ്സിലായോ? അപ്പോൾ ഇവർ പറയുന്ന കണക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ 21 ദിവസം അഗ്നി പരീക്ഷ, അത് കഴിഞ്ഞിട്ടാണോ ഇതിന് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണെന്ന് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വീഡിയോ കൂടെ കണ്ടു നോക്കാം. ഇത്തവണ തീപ്പൊരി പാറും, ഇല്ലെങ്കിൽ ഞങ്ങൾ പാറിക്കും. കാല് പൊള്ളാതെ തീയിലൂടെ നടക്കാൻ കഴിയുമോ? ഒറ്റയ്ക്ക് നിന്ന് തളരാതെ പൊരുതാൻ കഴിയുമോ? എങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു അഗ്നി പരീക്ഷയാണ്. അതെ, സാധാരണക്കാരിൽ നിന്ന് അടുത്ത ബിഗ് ബോസ് താരത്തിൽ. ഇത് ഭയങ്കര അരോചകത്വം കേട്ടോ. എടാ, ഞാൻ വീണ്ടും പറയാം, ഇതിനകത്ത് സാധാരണക്കാരാവത്തില്ല. മിക്കവാറും വരാൻ പോകുന്നത് സാധാരണക്കാരാവാൻ ചാൻസ് ഇല്ല. ഇത് ബിഗ് ബോസ് മനഃപൂർവ്വം ഇതിനകത്ത് ഇത് കൊടുത്തിരിക്കുന്നവരെ മിക്കവാറും നല്ല രീതിയിൽ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഫെമിലർ ആയിട്ട് അത് അറിയാമല്ലോ, നല്ല രീതിയിൽ സെലക്ട് ചെയ്തിട്ടൊക്കെ അവരെ സെലക്ട് എന്ന് പറഞ്ഞാൽ സെലക്ടീവ് പ്രോസസ്സും വേറെ രീതിയൊക്കെ ആയിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്കൊന്നും ആയിരിക്കത്തില്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു പരിപാടീനെ താഴ്ത്തിക്കെട്ടാൻ നോക്കിയ ആൾക്കാരൊക്കെ കുറച്ച് കാണുമല്ലോ. എന്തായാലും ഓൺലൈൻ പരിപാടി, ഇതണക്കുള്ള വീഡിയോസൊക്കെ ചെയ്തു വരുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരാരെങ്കിലും ഇതിനകത്ത് കിട്ടുവാണെങ്കിൽ ബിഗ് ബോസ് ഒരിക്കലും വിടാൻ പോകുന്നില്ല. അപ്പം അവരെ സെലക്ട് ചെയ്യുന്ന ചെയ്യും. അവർ നോക്കിയിരുന്നോ, എന്തായാലും നിങ്ങളെ ബിഗ് ബോസിനകത്തോട്ട് ഉറപ്പായിട്ടും എടുത്തിരിക്കും. നിങ്ങളെ സ്വഭാവം എന്താണെന്നും നിങ്ങൾ എന്തൊക്കെ അതിനകത്ത് കാണിക്കാൻ പോകണമെന്നും നിങ്ങൾക്കുള്ള ടാസ്കും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ അതിനകത്ത് തരും. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന കണക്കാണെങ്കിൽ മിക്കവാറും ഇൻഫ്ലുവൻസേഴ്സ്, പിന്നെ ഇതേപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ, യൂട്യൂബേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, അത് കണക്കുള്ള ആൾക്കാരായിരിക്കും വരാൻ പോകുന്നത്. പിന്നെന്ന് വെച്ചാൽ വരാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ചാരിറ്റി ആയിട്ട് കിടക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇൻഫ്ലുവൻസേഴ്സ് കൂടെ. എടാ, ഇവരൊക്കെ ഇങ്ങനെയാണ്. എടാ, ഇവർ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഈ സാധാരണക്കാരെന്ന് പറയാൻ എടുക്കാനായിട്ട് അങ്ങനെ ആരും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർ ഈ സാധാരണക്കാരെന്നൊക്കെ ചുമ്മാണെന്ന് പറയുക, ഒരു കാര്യമില്ല. സാധാരണക്കാർ ചുമ്മാണെന്ന് പറയാം. അപ്പം ഇങ്ങനത്തുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും അവരുദ്ദേശിക്കുന്നത് വെച്ചാൽ ഒന്നുമല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാർ, ക്യാമറയ്ക്ക് മുന്നിൽ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാർ, എല്ലാം ക്യാമറയ്ക്ക് മുന്നിൽ ചെയ്യുന്ന ആൾക്കാരാണ് മിക്കവാറും ചാൻസ് ഉള്ളൂ. പിന്നെ ഇതണക്ക് ഇൻഫ്ലുവൻസും ഒക്കെ ചെയ്ത് നടക്കുന്ന ആൾക്കാർ, പിന്നെ ആക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആക്ടേഴ്സ്, പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും അത്രയ്ക്ക് ഫേമസ് അല്ലാത്ത 1-2 പേരെ അങ്ങനെ എടുക്കാനേ ചാൻസ് ഉള്ളൂ. മീൻസ് നമ്മളെ ചിലപ്പോൾ ഏതെങ്കിലും മീൻകൊച്ചകം ചെയ്യുന്ന ആൾക്കാരോ അങ്ങനെ കുറച്ചാണെന്നൊന്നും പറയുന്നതല്ല. അപ്പം അങ്ങനത്തെ ഉള്ള ആൾക്കാരെയൊക്കെ ആയിരിക്കും 1-2 പേരെ എടുക്കത്തുള്ളൂ. മാക്സിമം ഇവരെടുക്കാൻ പോകുന്നത് നല്ല ഫെയിമായിട്ട് ഇരിക്കുന്ന ആൾക്കാരെ ആയിരിക്കും. നല്ലൊരു ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ് മിക്ക രീതിയിലും എടുക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പം അതിന് കാരണമുണ്ട് പറയാൻ വേണ്ടിയിട്ട് പ്രത്യേകം കാരണമുണ്ട്. കാരണം ഒരു റീച്ച് പോയിന്റിൽ നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ടോപ്പറിലോട്ട് വരുന്ന ആൾക്കാരൊക്കെ കാണുമല്ലോ, നല്ല റീച്ചും നല്ല വീഡിയോസോ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്ന കുറേ ആൾക്കാരൊക്കെ കാണും. അല്ലെങ്കിൽ നല്ല നല്ല പ്രവർത്തനങ്ങൾ സൊസൈറ്റിയിൽ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന ആൾക്കാരൊക്കെ കാണും. ഇവരെയൊക്കെ എടുത്തിട്ട് ഇതിനകത്തിട്ട് അങ്ങ് വിടും. അപ്പം അതിനകത്ത് അറിയാം ഇവർ ക്യാമറയ്ക്ക് മുന്നിൽ എങ്ങനെയാണ്, എന്താണെന്ന് വെച്ചാൽ വീഡിയോയ്ക്കകത്ത് എങ്ങനെയാണ്, ഇതിൻ്റെ പുറകിൽ എങ്ങനെയാണ് എന്നുള്ള രീതിയാണ് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് കാണുന്നത്. അതിനകത്ത് ഒന്നാമത്തെ കാര്യം, ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു സാധനത്തിനകത്ത് നിൽക്കുമ്പോൾ ഇത്രയും 100 ദിവസം ഉണ്ടല്ലേ. അപ്പോൾ ഇതിനകത്ത് നിൽക്കുമ്പോഴത്തെ എന്നെ ഭ്രാന്ത് പിടിക്കും. 2 സൈഡിലും അതിലും ഇതും കുറേ ആൾക്കാരും, ചൊറിയാൻ നിൽക്കുന്ന ആൾക്കാരും, ചൊറിയാൻ പോണ ആൾക്കാരും, ഒരു ഇതും ഇല്ലാത്ത ആൾക്കാരും, ഒന്ന് പറഞ്ഞ് രണ്ടാമതിന് ചൊറിയാൻ നിൽക്കുന്ന ആൾക്കാരും. മാക്സിമം അതിനകത്ത് കൂടുതലും ചൊറിയാണ്. ചൊറിയും കുത്തിത്തിരിപ്പും മാത്രം ഉള്ള പരിപാടിയാണത്. അപ്പോൾ ഇതിനൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും നേരത്തെ ഇരുന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് മാത്രം ഇരുന്ന് പറയുന്ന ആൾക്കാർക്കാണ്. ഇവരൊക്കെ ഇതിനകത്തോട്ട് ഇത് കൊടുത്ത് അവരെയൊക്കെ സെലക്ട് ചെയ്യും. നമ്മളെന്ത് വിചാരിക്കുന്നത്, നമ്മളെല്ലാം വിചാരിക്കും ബിഗ് ബോസ് ഇത്രയും ഇൻഫ്ലുവൻസേഴ്സ് ഇല്ലേ, ഇത്രയും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരില്ലേ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരില്ലേ, കുറ്റം പറഞ്ഞ് നടക്കുന്ന ആൾക്കാരില്ലേ, അതില്ലെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരെയും നോക്കി വെച്ചിട്ടുണ്ട്. ഇവരെല്ലാവരെയും നോക്കി വെച്ചിട്ട് ഇവർ അത്യാവശ്യം എത്ര റീച്ച് കിട്ടുന്നുണ്ടോ ആ രീതിയിൽ ഉള്ള ആൾക്കാരെയൊക്കെ ഇവരെയൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിനകത്ത് കൊണ്ടിട്ടിട്ട് ഉരുട്ടി പുരട്ടി തേച്ച് ഇതാക്കും. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് എന്തോ വിചാരിക്കുന്നത്, നമ്മൾ വിചാരിക്കും എടാ ഇവൻ ക്യാമറയ്ക്ക് മുന്നിൽ ഇത്രയും പാവവും ഇത്രയും സഹായ ഒരു ദാനധർമ്മനുമായിരുന്ന ആള് ഈ ബിഗ് ബോസിൽ വന്നപ്പോൾ അവന്റെ തനി കുണം വന്നില്ലേ എന്നുള്ള രീതിയിലൊക്കെ ആകും. അങ്ങനെ ആവും. ഇത് കണ്ട് നമ്മൾ ആസ്വദിക്കും. അല്ലെങ്കിൽ ഇതിനെ ഒന്ന് ഇതാക്കാൻ നിൽക്കുന്നവർ, മീൻസ് എന്തു പറയാ,
ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ചില ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാർ, ചില ഫേമാട്ടിക്കുന്ന ആൾക്കാരെ ഇഷ്ടമല്ലാത്ത കുറെ ആൾക്കാരാണല്ലോ, ഇവര് കൂടെ ഇതിന്റെ കൂട്ടത്തിൽ അവർക്ക് എരിവാരി ഇട്ട് കൊടുക്കും. അതാണ് സംഭവം. മിക്കവാറും അങ്ങനെ വരാനേ ചാൻസ് ഉള്ളൂ, ഇതിനകത്ത് അങ്ങനെ വരാനേ ചാൻസ് ഉള്ളൂ. ബിഗ് ബോസിൽ സാധാരണക്കാരെന്ന് പറയുന്ന ആൾക്കാരെയൊക്കെ എടുക്കാൻ കുറവാണ്. ഇവരൊന്നും സാധാരണക്കാരൊന്നും അല്ല. നമ്മൾ എടുത്തു വരുമ്പോൾ എന്താണെന്ന് നോക്കാം ആരൊക്കെയാണെന്ന്. ഇവരെല്ലാം സെലക്ട് ചെയ്ത് അഗ്നിപരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് നോക്കാം സാധാരണക്കാർ തന്നെയാണോ അതോ നമ്മളെ കാണുന്ന സ്ഥിരം മുഖങ്ങളാണോ എന്ന് ഒരു ഇത് എന്നുള്ളൊരു എന്തുവാന്ന് വെച്ചാൽ നമുക്ക് അന്നേരം നോക്കാം. ഈ സാധാരണക്കാരനെ എടുത്ത് പറയല്ലേ. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി എത്തിയ 40 മത്സരാർത്ഥികൾ ഒന്നിനോടൊന്ന് മികവ് പുലർത്താൻ വേണ്ടിയിട്ട് വീറും വാശിയുമേറിയ പോരാട്ടം. ഒരാൾ മറ്റൊരാളെ കീഴ്പ്പെടുത്തുന്നത് നാവ് കൊണ്ടാണ്, ശരീരം കൊണ്ടാണ്, പല വിധത്തിലുള്ള അഗ്നിപരീക്ഷകളിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഈ തീവാറിയ പോരാട്ടത്തിൽ അഗ്നിശുദ്ധി വരുത്തിയവരെ കണ്ടെത്താൻ വേണ്ടി ജഡ്ജസായ ഞങ്ങളും ഒരുപാട് പ്രയാസപ്പെട്ടു. ഇവരുടെയൊക്കെ വീറും വാശിയുമേറിയ ഈ പോരാട്ടം തിരശ്ശീലേക്കെത്താൻ ഇനി 3 ദിവസം. ജഡ്ജസ് ഇവരൊക്കെയാണ്, രഞ്ജിനി ഹരിദാസ്, പിന്നെ നമ്മുടെ അഖിൽമാരാര്, ഇവരൊക്കെയാണ് അപ്പോൾ ജഡ്ജസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരെയൊക്കെ ഇത് ജഡ്ജ് ചെയ്ത് ഇവരെയൊക്കെ റിസൾട്ട് അറിഞ്ഞിട്ട് വേണം ബാക്കിയുള്ളവർക്ക് മുന്നോട്ടൊക്കെ പോകാൻ. അപ്പം അതൊക്കെ പ്രതീക്ഷിച്ച് എല്ലാവരെയൊക്കെ വരിക, എല്ലാവരെയൊക്കെ ബിഗ് ബോസ് കാണാനായിട്ടൊക്കെ ഇരിക്കുക. എന്തുമാത്രം പരിപാടികളൊക്കെ അതിനകത്ത് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പിന്നെ അറിയാലോ, ബിഗ് ബോസിന്റെ കാര്യം പറയണ്ട. ബിഗ് ബോസിനെ കുറിച്ച് പറയാനാണെങ്കിൽ കുടുംബജീവിതം ഉണ്ടാക്കി കൊടുക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും ഫെമിലിയർ ആക്കി കൊടുക്കാനും താഴ്ത്താനും പൊക്കാനും ഒക്കെ അറിയാവുന്ന ഒരു വലിയൊരു ലോബി എന്ന് തന്നെ പറയാം ഇതിനെ, ബിഗ് ബോസിനെ. അപ്പം അതാണ് ഈ ബിഗ് ബോസ്. അപ്പം ആഗസ്റ്റ് 15 മുതൽ നമുക്ക് എന്തെങ്കിലും പരിപാടിയൊക്കെ ഒന്ന് കണ്ടു നോക്കാം. എന്താണെന്നോ, അഗ്നിവാരി എറിയോ, ഇനി തീക്കാത്തോടൊക്കെ നടക്കേണ്ടി വരുമോ, കാല് പൊള്ളൂ, കൈ പൊള്ളൂ, മൊത്തത്തിട്ട് പൊള്ളിക്കൂ എന്നൊക്കെ അറിയാം. പക്ഷെ എങ്കിൽ ഈ സാധാരണക്കാരെന്ന് എടുത്ത് പറയുന്ന അത്രയ്ക്ക് വലിയ ഇതായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ. ചുമ്മാ സാധാരണക്കാരെ കാണണമെങ്കിൽ ഇവിടെ നമ്മുടെ നാട്ടിലോട്ടൊക്കെ വരണം, സാധാരണക്കാരെ കാണണമെങ്കിൽ. അല്ല ചുമ്മാ നിങ്ങൾ സാധാരണക്കാരെന്ന് പറയും, എന്നിട്ട് എടുക്കാൻ പോകുന്ന ആൾക്കാർ ഇത്രയും ഫേമസ് ആയിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ മാത്രമേ നിങ്ങൾ എടുക്കത്തുള്ളൂ. അത് നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാവും. പിന്നെ അവരെന്തൊക്കെ കാണിക്കുന്നതെന്ന് നമ്മൾ നോക്കണം. എന്തായാലും ഒന്ന് കണ്ടിരിക്കാം, നോക്കാം. ആഗസ്റ്റ് 15 അല്ലേ, പരിപാടി എന്തൊക്കെയാണെന്ന് അന്നുപോലെ നമുക്കൊന്ന് കണ്ടു നോക്കാം. 21 ദിവസമുണ്ട്, 40 പേരുണ്ട്, എല്ലാം സാധാരണക്കാരാണ് എന്നൊക്കെയാണ് പറയണത്. എന്തായാലും നോക്കാം.